ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യം ലൊക്കേഷൻ തന്നെയാണ്. ലൊക്കേഷൻ നമ്മൾ എടുക്കുമ്പോൾ പ്ലെയിൻ ലാൻഡ് വളരെ മിനിമൽ റെന്റിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് റെന്റിലോ അല്ലെങ്കിൽ ലീസ് ഔട്ട് ചെയ്യാതെ മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ലാൻഡ് ഒക്യൂർ ചെയ്യാൻ നോക്കുക. സെക്കൻഡ് തിങ്, നമ്മൾ ഏത് കുസിനാണ് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മിനിമം മെനുവില് ആ കുസിനിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക. ഇപ്പൊ സൗത്ത് ഇന്ത്യൻ കുസിൻ ആവാം, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചും ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ഏത് നോർത്ത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ ചൈനീസ് ആണോ, ഏത് കുസിനാണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോക്കസ്ഡ് മെനു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് തിങ്, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പാഴ്സൽ അതിന്റെ പാക്കിംഗ് മെറ്റീരിയലുകൾ വളരെ ക്വാളിറ്റി ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും നല്ലൊരു ബ്രാൻഡിങ്ങോട് കൂടി ചെയ്യാൻ ഫോക്കസ് ആവുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എസ്പെഷ്യലി സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മൾ എൻറ്റർ ചെയ്യുക. അതിനുള്ള ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യാം. പിന്നെ എപ്പോഴും പേ സ്കെയിൽ, അതായത് മിനിമം സ്റ്റാഫ് വെച്ചിട്ട് മിനിമം മെനു വെച്ച് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഓപ്പറേഷൻ കോസ്റ്റ് ഒക്കെ കട്ട് ഡൗൺ ചെയ്ത് ചെയ്യുന്ന രീതിയിലേക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്ലൗഡ് കിച്ചൺ നല്ല സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ക്ലൗഡ് കിച്ചനെ ബേസ് ചെയ്തിട്ട് 3-4 ഔട്ട്ലെറ്റ്സ്, ചെറിയ ഔട്ട്ലെറ്റ്സ്, ചെറിയ ഒരു 200 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലുള്ള ഒരു ഔട്ട്ലെറ്റുകളിലേക്ക് സപ്ലൈ ചെയ്തിട്ടും നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.